അഡ്വക്കേറ്റ് അനിൽ വിളയിൽ പതിവ് പോലെ മറ്റൊരു വാർത്താ ചാനലും ഏറ്റെടുക്കാത്ത വിഷയമാണ് ജനം TV ചർച്ച ചെയ്യുന്നത്. ഇത് മനുഷ്യത്വമോ മാനവികതയോ തൊട്ടു തീണ്ടാത്ത ഒരു വർഗം ചെയ്തു കൂട്ടുന്ന കാടത്തമാണ്. ഹിന്ദു വംശഹത്യയാണ് ലക്ഷ്യം. അതിനായി കള്ളക്കഥകൾ മെനഞ്ഞ് ഹിന്ദുക്കളെ വേട്ടയാടുക, അരാജകത്വം സൃഷ്ടിക്കുക, രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മുതലക്കണ്ണീരൊഴുക്കുന്ന ഭരണകൂടം എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുക. ബംഗ്ലാദേശ് എന്ന രാഷ്ട്രത്തിൻ്റെ പിറവിക്ക് കാരണഭൂതരായവരോട് പോലും നെറുകേട് കാണിക്കുന്ന ഒരു വർഗത്തിൻ്റെ കൊള്ളരുതായ്മകൾ ഇനിയും കണ്ടുകൊണ്ടിരിക്കണമെന്നാണോ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ? ഇതിനകത്ത് ഒരു വസ്തുതാപരമായ ഒരു പ്രശ്നമുണ്ട്. കാരണം കേരളത്തിലെ ഈ ന്യൂനപക്ഷങ്ങളുടെ കുഴലൂത്തുകാരായ ചാനലുകാർ ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ദേശീയ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒക്കെ തന്നെ വളരെ സജീവവും സക്രിയവുമായി ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന പീഡന പർവ്വങ്ങൾ ദിനം പ്രതി മണിക്കൂറുകൾ ഇടവിട്ട് വാർത്താരൂപത്തിൽ പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങൾ. വളരെ സങ്കടകരമായ വാർത്തയാണ് ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഒരു ചെറുപ്പക്കാരനെ എങ്ങനെ നിഷ്ഠൂരമായിട്ട്, ചിലപ്പോൾ തല്ലിക്കൊന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കുത്തിക്കൊന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് കെട്ടിയിട്ട് കാല് മേളിലാക്കി താഴോട്ട് കെട്ടിയിട്ടിട്ട് തല്ലിക്കൊന്നതിന് ശേഷം താഴെ നിന്ന് തീ കൊളുത്തി കൊല്ലുന്ന ഒരു ഭയാനകമായ കാഴ്ച ലോകത്തിന് ആദ്യമായി കാണിച്ചു കൊടുത്തത് ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളത്. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മൗദൂദിയൻ ആശയങ്ങൾ ലോകത്തിന്റെ അന്ധകരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ സമാധാനം കെടുത്തുന്നതിൽ 1ാം സ്ഥാനത്തേക്കുള്ള മത്സരമാണ് ജമാഅത്തെ ഇസ്ലാമി, താലിബാൻ, IS തുടങ്ങിയ ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങൾ. 1-2 തീവ്രവാദ പ്രസ്ഥാനങ്ങളല്ല ലോകത്തിന്റെ സ്വൈര്യം കെടുത്തുന്നത്. 100 കണക്കിന് ആ പ്രസ്ഥാനങ്ങൾ ഇന്ന് ലോകത്തിന്റെ സ്വസ്ഥത കെടുത്തുകയാണ്. ശ്രീ ജലീൽ പുല്ലൂർ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ചില ചർച്ചകളിൽ പറയുന്നത് എന്താണ്, ഏതെങ്കിലും തരത്തില് ഭാരതത്തിൽ ഇസ്ലാമിക രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അവർ പറയുന്നത് എന്താണ്, RSSനെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് സംഭവിച്ചു പോയതാണ് എന്ന് പറയുന്ന ശക്തികളാണ് കേരളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ മതേതരത്വ മുഖം മൂടി അണിഞ്ഞിട്ടുള്ള ഇത്തരം കപട രാഷ്ട്രീയ നേതാക്കന്മാർ. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എത്ര ഹിന്ദുക്കൾ ഉണ്ടായിട്ടാണ് നൈജീരിയയിൽ ബോക്കോ ഹറാം എന്ന് പറയുന്ന തീവ്രവാദി പ്രസ്ഥാനം അവിടുത്തെ 100 കണക്കിന് 1000 വരുന്ന കത്തോലിക്ക പെൺകുട്ടികളെ ക്രൂരമായി കൊല്ലുന്നത്, ബലാത്സംഗം ചെയ്യുന്നത്? അഫ്ഗാനിസ്ഥാനിൽ എത്ര ഹിന്ദുക്കൾ ഉണ്ടായിട്ടാണ്, സിറിയയിൽ എത്ര ഹിന്ദുക്കൾ ഉണ്ടായിട്ടാണ്? RSS ആണോ ഇതിനെല്ലാം ഉത്തരവാദികൾ? അതവിടെ നിൽക്കട്ടെ, താങ്കളുടെ ചോദ്യത്തിലേക്ക് തന്നെ വരാം. ലോകത്തിന്, ഈ ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം പാല് കൊടുത്ത കയ്യെ ചുട്ടുകൊല്ലുന്ന കാഴ്ചയാണ് ഇന്നലെ ബംഗ്ലാദേശിൽ, കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടത്. ഇത് ഇസ്ലാമിന്റെ കുഴപ്പമല്ല അനിൽ നമ്പ്യാർ, ഇത് ഖുറാന്റെ കുഴപ്പമാണ്. ഖുറാനിൽ അതുമായി ബന്ധപ്പെട്ട ശ്രീ ജലീൽ പുല്ലൂർ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാകാം. ഖുറാനിൽ ഇങ്ങനെ ചുട്ടുകൊല്ലണമെന്നുള്ള കാര്യം കൃത്യമായി ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു ആയത്ത് വായിച്ചു കേൾപ്പിക്കാം. ഖുറാനിലെ 5:4-46. ആരെല്ലാമാണോ നമ്മുടെ ആയത്തുകളെ നിരസിക്കുന്നത് അവരെയെല്ലാം നാം തീയിലിട്ട് ചുട്ട് പാകം വരുത്തും. അവരുടെ ചർമ്മങ്ങൾ പക്വമായി തീരുമ്പോൾ നാം അവരെ ഇതര ചർമ്മങ്ങൾ കൊണ്ട് മൂടി മാറ്റിയെടുക്കും. എന്തുകൊണ്ടെന്നാൽ അവർക്ക് യാതനയുടെ രസമെന്തെന്ന് അറിയാകണമെന്നത് തന്നെ അള്ളാഹു പ്രഭുത്വശാലിയായ തത്വദർശനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. സംശയം വേണ്ട, ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് ചുട്ടു കൊല്ലണം. ബഹുദൈവ വിശ്വാസികളെയും തങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്നവരെയും ചുട്ടുകൊല്ലണം. നിരവധി ആയത്തുകൾ ഖുറാൻ എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിലുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് ഒരു ഇന്ധനമായി വർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ലോകത്തിലെ ഈ ഭാരതത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഗസ്വായി ഹിന്ദ് ഏതും മാർഗത്തിൽ കൂടെയും ഈ ഭാരതം ഉൾപ്പെടുന്ന ഉപഭൂഖണ്ഡ പ്രദേശങ്ങളെ എങ്ങനെയും ഇസ്ലാമികവൽക്കരിക്കുക എന്നുള്ളത് മൗദൂദിയൻ ആശയമാണ് ജമാഅത്തെ ഇസ്ലാമി നടപ്പാക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ തുടക്കത്തിന് മുമ്പ് തന്നെ, 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഭാരതത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഭാരതത്തിന്റെ സനാതന സംസ്കാരത്തെ നശിപ്പിക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ശ്രീ അനിൽ നമ്പ്യാർ, അഖണ്ഡ ഭാരത സങ്കല്പം എന്നൊരു സങ്കല്പമുണ്ട്. ഈ ഭാരതാംബയെ വെട്ടിമുറിച്ചതെല്ലാം ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ ായിരുന്നു. ഇന്ന് ജമാഅത്തെ ഹിന്ദ് അല്ലെ ജമാഅത്തെ ഇസ്ലാമിയോ പോപ്പുലർ ഫ്രണ്ടോ ആയിരുന്നുവെങ്കിൽ 1378 ഈ ഭാരതാംബയുടെ ഭാഗമായിരുന്ന ഇറാനെ ഈ ഭാരതാംബയിൽ നിന്ന് വേർപെടുത്തി കൊണ്ടുപോയത് ഇസ്ലാമിക തീവ്രവാദ ശക്തികളാണ്. 1700
1700-കളില് ഗാന്ധാരം എന്നറിയപ്പെടുന്ന അഫ്ഗാനിസ്ഥാനെ ഈ ഭാരതാംബയുടെ മാറിൽ നിന്ന് വെട്ടിമാറ്റി കൊണ്ടുപോയതും ഇസ്ലാമിക തീവ്രവാദ ശക്തികളായിരുന്നു. 1947 കോൺഗ്രസിന്റെ കെടുകാര്യസ്ഥത മൂലം ഈ ദുരാഷ്ട്രവാദം മുമ്പോട്ട് വെച്ചുകൊണ്ട് ഭാരതാംബയെ വേർപെടുത്തിക്കൊണ്ട് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാഷ്ട്രം ഉണ്ടാക്കിയപ്പോഴും മതം തന്നെയായിരുന്നു. ആ പാകിസ്ഥാന് ഈ കിഴക്കൻ ബംഗ്ലാദേശ്, ഇന്നത്തെ ബംഗ്ലാദേശിനെ അവിടുത്തെ കലാപ സാഹചര്യത്തെ അന്നത്തെ പാകിസ്ഥാനിലെ മന്ത്രിസഭ അവിടെ ആ പ്രദേശത്തിന് കൊടുത്ത പരിഗണനയില്ലായ്മ നിമിത്തം അവിടെ കലാപമുണ്ടായപ്പോൾ ആ രാജ്യത്തിനെ രക്ഷിക്കാൻ ചെന്നത് ഈ ഭാരതമാണ്. 1971 ഇന്നത്തെ ബംഗ്ലാദേശ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണഭൂതർ ഈ ഭാരതമായിരുന്നു. ആ രാഷ്ട്രം ഉണ്ടാക്കി കൊടുത്ത, ആ പാല് കൊടുത്തു വളർത്തിയ, എല്ലാ ചെല്ലും ചെലവും കൊടുത്തിട്ടുള്ള ആ ബംഗ്ലാദേശിന്റെ മോചനത്തിന് വേണ്ടി ടാക്സ് പോലും ഏർപ്പെടുത്തി ഈ ഭാരതത്തിനെ ഇന്ന് നിഷ്ഠൂരമായിട്ട് ഹിന്ദു ആയതിന്റെ പേരിൽ മാത്രം ചുട്ടുകൊല്ലുകയാണ്. 7 സപ്തസുന്ദരികളെ തങ്ങളുടെ രാജ്യത്തിന്റെ ഭാഗമാക്കി മാറ്റുമെന്നുള്ള തീവ്രവാദിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരന്റെ പ്രസ്താവനയാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം തുടക്കമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ചെറുപ്പക്കാരന്റെ മരണം അത് ഭാരതത്തിന്റെ അജ്ഞാതരാണ് കൊന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ലഹള കലാപ സമാനമായ സാഹചര്യം അഴിച്ചുവിട്ടു. ഈ ഒരു സംഭവം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 1971 ബംഗ്ലാദേശ് രൂപം കൊണ്ട അന്നു മുതൽ തന്നെ അവിടുത്തെ സനാതനധർമ്മ വിശ്വാസികളെ തെരഞ്ഞു പിടിച്ചു കൊല്ലുന്ന കാഴ്ചയുണ്ട്. 1971 അവിടുത്തെ ഹൈന്ദവ ജനസംഖ്യ ഏകദേശം 30% എങ്കിൽ ഈ 2022 ഏറ്റവും അവസാനത്തെ ബംഗ്ലാദേശിലെ സെൻസസ് കണക്കനുസരിച്ചുകൊണ്ട് അവിടുത്തെ ജനസംഖ്യ 8% താഴെയായി. എവിടെ പോയി അവിടുത്തെ ഹിന്ദുക്കൾ? അവരെ കൂട്ടക്കൊല ചെന്നുകൊണ്ട് എനിമീസ് പ്രോപ്പർട്ടി ആക്ട് എന്ന് പറയുന്ന ഇന്ന് ഭാരതത്തിൽ അഭയം തേടിയിരിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീയെ ഒന്നും വളരെ മഹത്വവൽക്കരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരുൾപ്പെടെയുള്ള ആൾക്കാരാണ് ഈ ബംഗ്ലാദേശിലെ ആ ബംഗാ ഭൂമിയിലെ ഹിന്ദു വംശഹത്യയുടെ നേതൃത്വം നൽകിയ ശക്തികളാണ് അവരൊക്കെ തന്നെ. അവരുടെ അവാമി ലീഗൊക്കെ ആ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചുകൊണ്ട് അവരുടെ ഒരു വോട്ട് ബാങ്ക് ആയിരുന്നു ഹിന്ദുക്കൾ. അവാമി പാർട്ടിയുടെ ആ പാർട്ടി അവരും ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് ഓരോ കാലഘട്ടത്തില് കുടപിടിച്ചു കൊടുത്തിട്ടുണ്ട്. 2022 ദുർഗാ പൂജ സമയത്ത് എത്രയോ 400-ൽ പരം ക്ഷേത്രങ്ങളാണ്, ഹൈന്ദവ ക്ഷേത്രങ്ങളാണ് അവിടെ കത്തി നശിപ്പിച്ചതും തല്ലി തകർത്തതും. എത്രയോ നിരപരാധികളായിട്ടുള്ള ദുർഗയെ പൂജിച്ചു എന്നുള്ള പേരിൽ മാത്രമായിട്ട് എത്രയോ ഹിന്ദു സഹോദരന്മാരെ ഇന്നത്തെ സമാന രീതിയിൽ തന്നെ അന്നും വെട്ടിക്കൊന്നിട്ടുണ്ട്. ഇത് ഈ രാജ്യത്തെ ഈ ഇസ്ലാമിക വിശ്വാസികളുടെ മാത്രം അജണ്ടയല്ല, ലോകം മുഴുവനുള്ള ഇസ്ലാമിക വിശ്വാസികളുടെ ജമാഅത്തെ ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ ലോകത്തിനെ മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കുക എന്ന് പറയുന്ന ഒരു കൃത്യമായ അജണ്ടയുണ്ട്. ആ അജണ്ട ഓരോ രീതിയിൽ ജിഹാദിന്റെ രൂപത്തില് ഓരോ രാജ്യത്ത് അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ജിഹാദിനെ വെള്ളപൂശുന്ന കേരളത്തിലെ ഇടതുമുന്നണിയും വലതുമുന്നണിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിയപ്പോൾ ഇവിടെ ബന്ദ് നടത്തിയവരാണ്. ഗാസയ്ക്ക് വേണ്ടി തെരുവോരങ്ങളിൽ പ്രകടനം നടത്തിയ ശക്തികളാണ് കേരളത്തിലെ ഇടതുമുന്നണിയും വലതുമുന്നണിയും. എന്തേ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഇടതു നേതാവോ വലതു നേതാവോ VD സതീശനോ പിണറായി വിജയനോ ഗോവിന്ദൻ മാസ്റ്ററോ ഇന്നേ തീയതി വരെ ബംഗ്ലാദേശിനെ അപലപിച്ചുകൊണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു പ്രസ്താവന ഇറക്കാൻ നാളിതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരമായ വസ്തുത. ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ഒരു കാലത്ത് ജനാധിപത്യം വേണ്ട, വോട്ട് വേണ്ട, സർക്കാർ ജോലി വേണ്ട എന്നുള്ളതായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ നയം. ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി. അവരുണ്ടാക്കിയ വെൽഫെയർ പാർട്ടിയെ കൂട്ടുപിടിക്കാൻ ഇവിടുത്തെ ഇടതുമുന്നണിയും വലതുമുന്നണിയും മത്സരിക്കുകയാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ഈ വെൽഫെയർ പാർട്ടിക്ക് വേണ്ടി കുഴലൂതുന്ന ഈ രാഷ്ട്രീയക്കാർക്ക് ഈ കാര്യത്തിലൊന്നും യാതൊരു മനസാക്ഷിയുമില്ല. കാരണം കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ അതാണ്. കേരളത്തിൽ 50% താഴെയായി ഹിന്ദു മാറിക്കഴിഞ്ഞു. അനിൽ നമ്പ്യാർ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിസ്സാരമായിട്ടുള്ള പ്രശ്നമല്ല. കേരളം നാളെ ഒരു ബംഗ്ലാദേശായി മാറും, ഉറപ്പാണ്. കേരളവും ബംഗാളും മറ്റൊരു ബംഗ്ലാദേശായി മാറുന്ന, ചിലപ്പോൾ അങ്ങനെ കേരളം ഒരു അൽ കേരളമായി മാറുമ്പോൾ അതിന്റെ തലസ്ഥാനമായി വരുന്നത് പെരുമ്പാവൂർ ആയിരിക്കാം. പെരുമ്പാവൂർ ഈ കേരളത്തിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ തലസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇവിടുത്തെ ഇടതുമുന്നണി തിരിച്ചറിയുന്നില്ല, വലതുമുന്നണി തിരിച്ചറിയുന്നില്ല. ഒരു കാര്യമുണ്ട്, ഈ ശക്തികൾക്ക് ഭൂരിപക്ഷം കിട്ടുമ്പോൾ ഗോവിന്ദനെന്നോ സതീശനെന്നോ പിണറായി വിജയനെന്നോ ഈ മോഹൻ വർഗീസ് എന്നോ ഒന്നും ഒരു വ്യത്യാസവും ഉണ്ടാകില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശത്രുക്കൾ
ശത്രുക്കളാണ്. Yes. ആ ഒരു സാഹചര്യം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അത് തിരിച്ചറിയാൻ കേരളത്തിലെ ഈ രണ്ട് മുന്നണികൾക്കും സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ സാഹചര്യമാണ്. ബംഗ്ലാദേശ് ഇന്ന് ബംഗ്ലാദേശ് ആണെങ്കിൽ നാളെ കേരളമാണ്, ഉറപ്പാണ്, കൃത്യമാണ്. അത് 1921 തുടക്കം കുറിച്ചു. ആ 21-ന്റെ 100-104 വർഷങ്ങൾ കഴിഞ്ഞ സാഹചര്യത്തിൽ വളരെ താമസം വിന കേരളത്തിലും സമാന ബംഗ്ലാദേശ് ആവർത്തിക്കും. അത് ആവർത്തിക്കുമെന്ന് അറിയാൻ വയ്യാത്തവരല്ല. എന്നാൽ ഭരണത്തിന്റെ ആ സുഖലോലുപതയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പിണറായിയും സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ അതിനെ അംഗീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ അംഗീകാരം നാളെ അവർക്ക് തന്നെ അപകടമാകും. അതുകൊണ്ട് പാല് കൊടുത്ത കയ്യെ കത്തിച്ചു കൊല്ലാൻ പ്രേരണ നൽകിയ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ ആ ഗ്രന്ഥത്തിന്റെ പേര് ഖുറാൻ എന്നാണ്. ഇസ്ലാം അല്ല കുഴപ്പം, ഇസ്ലാമിന്റെ ആശയ പ്രമാണങ്ങൾ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മുഹമ്മദ് എന്നൊരു ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ കയ്യും കാലും വെട്ടിയ ഒരു പ്രൊഫസറുടെ നാടാണ് ഈ കേരളം. ആ നാട്ടിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. എത്ര അപകടകരമായ സാഹചര്യം! ആ സാഹചര്യം നാളെ വളരെ കൂടാനുള്ള സാധ്യത കൊച്ചു കേരളത്തിലുണ്ട്. നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന ചർച്ചകളുടെ അടിയിൽ വരുന്ന കമന്റുകൾ നമ്മൾ നോക്കണം. ഇസ്ലാമിക നാമധാരികൾ കൂട്ടത്തോടുകൂടി ബംഗ്ലാദേശിലെ ഈ തീ വെച്ചുകൊന്ന ആ സംഭവത്തിനെ സ്വാഗതം ചെയ്യുന്ന ചിത്രങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനെ അംഗീകരിക്കുന്നതാണ്. അതൊരു അപകടകരമായ സാഹചര്യം ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടാകും. നാളെ മറ്റൊരു ബംഗ്ലാദേശായി കേരളം മാറില്ല എന്ന് ഈ ഇരിക്കുന്ന ഒരൊറ്റ ആൾക്കും, ജലീൽ പുനലൂരിന് പോലും പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം.